എത്ര കഴിച്ചാലും മടുക്കാത്ത രുചിയിൽ ഒരു ബീഫ് കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അപ്പൊ നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇറച്ചിയുടെ കൂടെ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ച ബീഫ് ഇതുപോലെ വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് എടുക്കണം. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ധാരാളം സവോള, ചെറിയുള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സവോളക്കൂട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും കുറച്ച് ബീഫ് മസാല, കുരുമുളക് പൊടി, ഗരം മസാല ഇത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുക. ഇനി കട്ട്ലറ്റിന് ആവശ്യമായ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ കൂട്ടിൽ നിന്ന് ഒരു ചെറിയ ഉരുളയെടുത്ത് കട്ട്ലറ്റിന് ഷേപ്പാക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ കട്ട്ലറ്റുകൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് നമുക്ക് എണ്ണയിൽ വറുത്തു കോരാം. അപ്പം നമ്മുടെ രുചികരമായ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.